ആലപ്പുഴയിലെ പുറക്കാട്ട് വിഷുദിനത്തിൽ യുവാവിന് ക്രൂരമായ മർദ്ദനമേറ്റു. വാഹനം കൊണ്ട് ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. 7 പേരെ പ്രതി ചേർത്ത് അമ്പലപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, ഇത് എന്താണ്? കേസിലെ 1ഉം 2ഉം പ്രതികളാണ് അമൽരാജും അദിത് രാജും. ഇവർ സഹോദരങ്ങളാണ്. അവർ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ ഇടി കിട്ടുന്ന 28-കാരൻ അവിടേക്ക് കാറും ഓടിച്ച് ചെല്ലുന്നത്. അവരിടുന്ന അടുത്തേക്ക് അവരുടെ ശരീരത്തേക്ക് മുട്ടുന്ന രീതിയിൽ വാഹനം ഓടിച്ചു എന്നുള്ളതായിരുന്നു ഇവരുടെ പരാതി. ആ സമയത്ത് അവിടെ വെച്ച് തന്നെ തർക്കമുണ്ടാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കയ്യാങ്കളിയൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഈ വിഷുദിനത്തിൽ 15-ാം തീയതി രാവിലെയോടുകൂടിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അതിക്രൂരമായ രീതിയിലുള്ള ഒരു മർദ്ദനമുണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതായത് ഹൈവേയുടെ പണി നടക്കുകയാണ്. അവിടെ നിന്ന് വളരെ താഴേക്കാണ് വീഴുന്നത്. അവിടെ ഒരു കല്ലോ മറ്റോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇടി കൊടുക്കുന്ന ആളും ഇടി കൊള്ളുന്ന ആൾക്കും ജീവഹാനി വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു കൂട്ടത്തല്ല് എന്നൊക്കെ നമ്മൾ പറയാവുന്നത് പോലെ നമ്മൾ പലപ്പോഴും നമ്മൾ ഉത്തരേന്ത്യയൊക്കെ ആക്ഷേപിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങളും ഇത്തരത്തിൽ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ തന്നെ ദൃശ്യങ്ങളാണ്. ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കണ്ടതാണ് ഒരാളുടെ മരണത്തിനിടയൊക്കെ. അതിന് സമാനമായ രീതിയിലാണ് ഇവിടെയും ആക്രമണം ഉണ്ടായത്. ഇവിടെ 2 പേരല്ല, കണ്ടാലറിയാവുന്ന 7 പേരാണ് യുവാവിനെ മർദ്ദിക്കുന്നത്. ഇതിൻ്റെ ഒരു ദുഃഖകരമായ വസ്തുത എന്ന് പറയുന്നത് ഇവരെല്ലാവരും വീടിനടുത്തുള്ള ആളുകളാണ്, സുഹൃത്തുക്കളാണ്. എല്ലാവരും അത്യാവശ്യം വണ്ടിയൊക്കെ ഓടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ സംഘമായി ചേർന്ന് വന്ന് നിന്ന് ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. അമ്പലപ്പുഴ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 4 പേരെ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളായ അമലും ഉൾപ്പെടെയുള്ളവർ. ബാക്കി 3 പേര് കണ്ടാലറിയാവുന്നവരാണ്. ഇവർക്കായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.